പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. എൻ്റെ 8ാമത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എനർജിയെക്കുറിച്ച്, അഥവാ വർക്ക് ഡണ്ണിനെ കുറിച്ച് അല്ലേ? എങ്ങനെയാണ് വർക്ക് ഡൺ അഥവാ എനർജി കാണാമെന്ന് പഠിച്ചു. എന്താ അതിൻ്റെ ഫോർമുല? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഫോഴ്സ് അല്ലേ? അപ്പോൾ ഫോഴ്സിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക? എനർജി അഥവാ വർക്ക് ഡൺ കിട്ടുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് എനർജിയുടെ യൂണിറ്റ് അറിയോ നിങ്ങൾക്ക്? എനർജിയുടെ യൂണിറ്റ് ജൂൾ. എന്താണ് ജൂൾ? എന്താണ് ജൂൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ജൂൾ എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ ഇവിടെ നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഇതിൽ 1 കിലോ ഭാരമുള്ളൊരു പെട്ടിയാണ്. എത്രയാണ് ഇതിൻ്റെ ഭാരം? 1 കിലോ ഭാരം. ഞാനിത് ചെറിയ ഫോഴ്സ് ഉപയോഗിച്ച് 1 മീറ്റർ കൊണ്ടുവയ്ക്കണേ കുറച്ച് അധ്വാനിക്കണം വേണ്ടേ? 1 മീറ്റർ അകലെ കൊണ്ടുവയ്ക്കണമെങ്കിൽ കുറച്ച് അധ്വാനിക്കണം. എന്ന് വെച്ചാൽ ഞാനൊരു പ്രവൃത്തി വർക്ക് ഡൺ ചെയ്യണം. എൻ്റെ ഭാഗത്തുനിന്ന് വർക്ക് ഡൺ ഉണ്ടാവണം. അഥവാ എനിക്ക് അതിന് കുറച്ച് എനർജി എൻ്റെ ലോസാവും. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതല്ലേ? കുറച്ച് പണി കുറച്ച് ക്ഷീണിക്കില്ലേ? എന്നിട്ട് എൻ്റെ എനർജി കുറച്ച് ഇവിടെ അപ്ലൈ ചെയ്യണം ഇത് കൊണ്ടുവയ്ക്കണമെങ്കിൽ. അതെത്രയാണ്? ആ എനർജിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിനെ 1 ന്യൂട്ടൺ, 1 കിലോ ഭാരമുള്ള 1 മീറ്റർ പെർ സെക്കൻഡിൽ കൊണ്ടുപോകണമെങ്കിൽ 1 ന്യൂട്ടൺ ബലം ഞാൻ അപ്ലൈ എന്ന് പറയും. എന്താണ് ന്യൂട്ടൺ എന്ന് പഠിച്ചിട്ടുണ്ട്? എന്താണ് ന്യൂട്ടൺ? 1 കിലോ ഭാരമുള്ള ഒരു സാധനത്തെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ ഞാൻ അതിന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമ്മ ചെലുത്തിയ ബലം എത്രയാന്ന് പറയും? 1 ന്യൂട്ടൺ ബലം അതുമുണ്ട് എന്ന് പറയും അല്ലേ? അപ്പോൾ 1 ന്യൂട്ടൺ ബലം ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ 1 മീറ്റർ എത്തിക്കുക. 1 മീറ്റർ ബലം ഉപയോഗിച്ച് ഇതിനെ ഞാൻ 1 മീറ്റർ അകലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതുമ്മ ഉപയോഗിക്കേണ്ടി വന്ന ആ വർക്ക് ഡൺ പണി അല്ലെങ്കിൽ എൻ്റെ നഷ്ടപ്പെട്ട എനർജി എത്തിയെന്ന് പറയും 1 ജൂൾ. അപ്പോൾ എന്താണ് 1 ജൂൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് 1 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് 1 മീറ്റർ അകലെ ഒരു സാധനം എത്തിച്ചാൽ അതിനെ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട, നിങ്ങളുടെ ശരീരം ചെലവഴിക്കേണ്ട ഊർജ്ജം എത്രയായിരിക്കും? 1 ജൂൾ. 1 ജൂൾ എന്നൊരു ഐഡിയ കിട്ടില്ലേ? 1 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് ഒരു സാധനത്തെ 1 മീറ്റർ അകലെ കൊണ്ട് എത്തിക്കാൻ 1 ജൂൾ. മനസ്സിലായില്ലോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിനെ ജൂൾ എന്നാണ് പറയുക. ഇതിൻ്റെ എനർജിയുടെ യൂണിറ്റ് ജൂൾ. ജൂളാണ് എന്ത്? എനർജിയുടെ യൂണിറ്റ്. അതെന്താ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്? 1 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് 1 മീറ്റർ അകലേക്ക് ഒരു സാധനം എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനാവശ്യമായ എനർജി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കണക്ക് തരികയാണ്. ഇത് 10 കിലോ ഭാരമുണ്ട്. ഇതിൽ എത്ര കിലോ ഭാരമുണ്ട്? 10 കിലോ ഭാരമുണ്ട്. ഈ സാധനം ഞാൻ 1 മീറ്റർ, അതായത് ഇതിൻ്റെ 10 ഇരട്ടി ഫോഴ്സ് ചെലുത്തിയാൽ അത് 1 മീറ്റർ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇത് അവിടെ 1 മീറ്റർ 10 ന്യൂട്ടൺ ബലം ഇതിനെ കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോകാൻ ഇതിൻ്റെ 10 ഇരട്ടി ഭാരമുള്ളത് കൊണ്ട് ഇത് എനിക്ക് കൊണ്ടുപോകണമെങ്കിൽ എത്ര? 10 ഇരട്ടി ഭാരമുള്ളത് കൊണ്ട് എനിക്ക് 10 ന്യൂട്ടൺ ബലം ഉപയോഗിക്കേണ്ടി വരും. ഇത് കൊണ്ടുപോയി പോലെ അത് അവിടെ കൊണ്ടുവയ്ക്കുക അല്ലേ? നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാനിത് 10 ന്യൂട്ടൺ ഉപയോഗിച്ച് 1 മീറ്റർ വെച്ചാൽ കൊണ്ടുപോകുമ്പോൾ എത്ര എനർജി വേണം? ഇതുപോലത്തെ 10 പെട്ടി കൊണ്ടുപോകണ എനർജി എനിക്ക് വേണം അല്ലേ? അപ്പം എത്ര വരും? 10 ജൂൾ വരും. അപ്പോൾ ഇത് 1 ന്യൂട്ടൺ ബലം പോരാ, 10 ഇരട്ടിയാകുമ്പോൾ എത്ര ജൂൾ വേണ്ടി വരും? അപ്പോൾ 10 ജൂൾ പറഞ്ഞാൽ എന്താ? 1 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് 10 ന്യൂട്ടൺ ബലം ഉപയോഗിച്ച് 1 മീറ്റർ കത്തിക്കാനായിട്ട് എത്ര വരും? 10 ജൂൾ.
ഞാൻ ഒരു 20 കിലോ ഉള്ള ഒരു പെട്ടി എനിക്ക് അത് ഞാൻ ഇതേപോലെ എത്തിക്കണമെങ്കിൽ എനിക്ക് 20 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വരുമല്ലോ. അപ്പൊ 20 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ 1 മീറ്റർ കൊണ്ടുവച്ച് കഴിഞ്ഞാല് എത്ര ഇത് വരും അതിന്? 20 ജൂൾ വരും. ഇനി നോക്കുക, 50 ന്യൂട്ടൺ ഉപയോഗിച്ച് ഞാൻ 1 മീറ്റർ എത്തിക്കുകയാണെങ്കിൽ 50 ജൂൾ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ന്യൂട്ടൺ ഉപയോഗിച്ച് സാധനം എത്തിക്കുകയാണെങ്കിൽ എത്ര ജൂൾ വരും? എഫ് ജൂള് അല്ലേ? അപ്പൊ നമുക്ക് ഞാനതൊന്ന് ബോർഡിൽ എഴുതാം. അപ്പൊ 1 ന്യൂട്ടൺ ബലം 1 മീറ്റർ ദൂരെ എത്തിക്കാൻ വേണ്ട എനർജി 1 ജൂൾ ആണെങ്കിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് 1 മീറ്റർ എത്തിക്കാൻ വേണം, അതിന് 10 ഇരട്ടി വേണമല്ലോ. അപ്പൊ 10 ജൂള്. അങ്ങനെയാണെങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് 1 മീറ്റർ എത്തിക്കാൻ എത്ര വേണം? 50 ഇരട്ടി വേണമെന്നറിയാം. കാരണം 1 ന്യൂട്ടൻ്റെ 50 ഇരട്ടിന് 50 ന്യൂട്ടൺ ഫോഴ്സ്. അപ്പോൾ 1 മീറ്റർ എത്തിക്കാൻ 50 ഇരട്ടി എനർജി വേണം. അപ്പൊ 50 ജൂൾ. അങ്ങനെയാണെങ്കിൽ എഫ് ന്യൂട്ടൺ ബലം ഫോഴ്സ് 1 മീറ്റർ എത്തിക്കാൻ വേണ്ടി വരും? എഫ് ജൂൾ വേണ്ടി വരും. ഉറപ്പല്ലേ? ഇനി എഫ് ന്യൂട്ടൺ 2 മീറ്റർ എത്തിക്കാനാ ഇതിന്റെ 2 ഇരട്ടി വേണ്ടി വരും ഇല്ലേ? അപ്പൊ 2F വേണ്ടി വരും. അപ്പൊ ഒരു എഫ് ന്യൂട്ടൺ ബലം 2 മീറ്റർ എത്തിക്കണമെങ്കിൽ ഇതിന്റെ 2F വരും അല്ലേ? എഫ് ജൂളിന്റെ 2 ഇരട്ടി അല്ലേ? ഇനി 3 ഇതന്നെ 3 മീറ്റർ എത്തിക്കണമെങ്കിലോ എഫ് ജൂൾ ഇൻറ്റു 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ എസ് മീറ്റർ എത്തിക്കാനുള്ളത് എത്രയാണ്? എഫ് ജൂളിനെ എഫ് ജൂള് ഇൻറ്റു എസ് അല്ലേ? എഫ് ജൂൾ ഇൻറ്റു എസ്. അപ്പൊ അതായത് എഫ് ഫോഴ്സ് എസ് ദൂരത്തേക്ക് എത്തിക്കണമെങ്കിൽ എഫ് ജൂൾ എനർജി വേണം. എന്തത്ര എനർജി വേണം? എഫ് ജൂൾ. അതായത് ഈ സമം എന്താണ്? എഫ് ജൂൾ. എഫ് ജൂൾ. മനസ്സിലായ? അപ്പൊ എങ്ങനെയാണെങ്കിൽ 1 ന്യൂട്ടൺ ബലം 1 മീറ്റർ എത്തിക്കാൻ വേണ്ട എനർജിയെ 1 ജൂൾ എന്നെടുക്കുകയാണെങ്കിൽ എഫ് ന്യൂട്ടൺ ബലത്തെ എസ് ദൂരത്തേക്ക് എത്താൻ എഫ് ജൂൾ എനർജി. എന്താ നമുക്ക് മനസ്സിലായില്ല? എന്താ ഇത് ഫോർമുല മുൻപ് പറഞ്ഞത് തന്നെയാണ്. മനസ്സിലായില്ലോ? ഓക്കെ. അപ്പൊ എനർജി കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സും ദൂരവും തമ്മിൽ ഗുണിച്ചാൽ മതി. ഫോഴ്സും ദൂരവും തമ്മിൽ ഗുണിച്ചാൽ മതി. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് വെച്ച് നമുക്ക് എന്താണ് കൈനറ്റിക് എനർജി, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നിവ കണ്ടുപിടിക്കാം. മനസ്സിലായോ? നമുക്ക് എങ്ങനെയാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഇനി നോക്കുക, ഇതിലേക്ക് നമ്മൾ ഒരു ടോയ് എന്താ പറയുക JCB കാണാനുണ്ട് അല്ലേ? ബുൾഡോസറാ JCB കാണാനുണ്ട്. ഇത് അനങ്ങുന്ന ഇപ്പൊ നോക്കുക, ഇത് അനങ്ങണ്ട ഇല്ല. എന്തുകൊണ്ടാണ് ഇത് അനങ്ങാത്തത്? ഇത് അനങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അനങ്ങും അല്ലേ? ഇതിപ്പോ ഞാനിവിടെ കൈവച്ച് എനിക്ക് ഒരു വേദന എടുക്കും ഇല്ല. എന്താ കാരണം? ഇതിന് ഫോഴ്സ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇത് അനങ്ങണമെങ്കിൽ എന്ത് വേണം? പുറമേ നിന്ന് ഒരു ഫോഴ്സ് വേണം. ഇപ്പൊ നോക്കുക, ഞാനിതിനതേ ഇവിടെ തട്ടുന്നു, നീങ്ങണ്ട. അല്ല ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് നീങ്ങുന്നു. ആ ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് തട്ടുമ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ചലിക്കും അല്ലേ? ഞാനിപ്പോ ഇവിടെ നിൽക്കണ്, ഇങ്ങോട്ട് തട്ടിയാല ആ ഫോഴ്സ് ഇങ്ങോട്ടാണ്, അപ്പൊ ഇങ്ങോട്ട് ചലിക്കും, ഇങ്ങോട്ട്. അപ്പോൾ ഫോഴ്സ് ചെലുത്തുമ്പോൾ എന്തുണ്ടാവും? എനർജി വർക്ക്. ഫോഴ്സ് ചെലുത്തുമ്പോഴാണ് ഒരു ചലനം ഉണ്ടാവുക അല്ലേ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫോഴ്സ് കൂടും തോറും ചലനം കൂടും എന്നും മനസ്സിലാക്കി, ആക്സിലറേഷൻ കൂടും എന്നും മനസ്സിലാക്കി. അതിനനുസരിച്ച് സഞ്ചരിച്ച ദൂരം കൂടുന്നു മനസ്സിലാക്കി അല്ലേ? മനസ്സിലായ? അത് നമ്മൾ മനസ്സിലാക്കി തരലാണ്. ഇനി ഇതിപ്പോ നമ്മളെ മേത്തുനിന്ന് മുട്ടിയ വേദന എടുക്കില്ലേ? കാരണം എന്താ?
ഇത് അനങ്ങുന്നില്ല. പക്ഷെ ഇത് നല്ല വേഗത്തിൽ ഒരു പിടിച്ചാല വേദന എടുക്കും. അപ്പൊ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് എന്തുണ്ട്? അത് ഫോഴ്സ് ചെലുത്താനുള്ള കഴിവുണ്ട്. അതായത് അതിന് എനർജി ഉണ്ട് എന്നർത്ഥം. ഫോഴ്സ് ചെലുത്തണ എന്ത് വേണം? എനർജി ഉണ്ട്. അപ്പൊ ചലിക്കുന്ന വസ്തുവിന് എന്തുണ്ട്? എനർജി ഉണ്ട്. അതിന് ഫോഴ്സ് ചെലുത്താൻ കഴിയും, ഇല്ലേ? ഇത് നമുക്ക് ഒരു കാർ നല്ല വേഗത്തിൽ നിന്ന് കാർ അടിക്കുമ്പോൾ ചത്തു. എന്താ കാരണം? നല്ല ഫോഴ്സ് ചെലുത്താൻ കഴിവുണ്ട്, അല്ലേ? ചലിക്കുന്ന വസ്തുവിന് ഫോഴ്സ് ചെലുത്താനുള്ള കഴിവുണ്ട്. ഫോഴ്സ് ചെലുത്താനുള്ള കഴിവുണ്ടെന്ന് ചേർത്തതും അതിന് എനർജി ഉണ്ട് എന്നർത്ഥം. എന്താണ് അർത്ഥം? എനർജി. അതെങ്ങനെയാണ് നമുക്ക് അളക്കുക? അപ്പൊ നമുക്ക് എനർജി അളക്കുക ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നറിയാം, ഇല്ലേ? അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്ക് എനർജി കണക്കാക്കാൻ പറ്റും. നമുക്ക് എന്താ വെച്ചാല് ഇത് നമ്മൾ ഫോഴ്സ് ചെലുത്തുമ്പോ ഇത് സഞ്ചരിക്കും. ഫോഴ്സിനനുസരിച്ച് ഇതിന്റെ ആക്സിലറേഷൻ കൂടി കൂടി വരും, അതിന്റെ വെലോസിറ്റി മാറും, അല്ലേ? അപ്പൊ നമ്മളിവിടെ ഫോഴ്സ് ചെലുത്തിക്കൊണ്ടിരിക്കുക. ഈ ആ വേഗത കൂടി 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 വരും. ഇതിന്റെ വെലോസിറ്റി ഇങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ വെച്ച് കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? ഇതിപ്പോ അനങ്ങാതിരിക്കുക. അപ്പൊ ഇതിപ്പോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0. അപ്പൊ നോക്കുക, ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u എന്നാണ് പറയുക, അല്ലേ? ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അല്ലേ? ഞാൻ ഇതുമ്മേ എഫ് ഫോഴ്സ് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് വെലോസിറ്റി കൂടി കൂടി പോകണ്ട. അപ്പൊ ഫോഴ്സ് എങ്ങനെ വെച്ചാൽ കൂടാത്? അതായത് ഓരോ സെക്കൻഡിലും വെച്ച് ആക്സിലറേഷൻ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. 2 സെക്കൻഡ് കഴിയുമ്പോ 2 ആയി കൂടും, 3 സെക്കൻഡ് 3, അങ്ങനെ സെക്കൻഡ് t ആവും, അല്ലേ? അപ്പൊ നമ്മള് സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഓരോ സെക്കൻഡ് കഴിയുമ്പോ വെച്ച് കൂടും. ഇപ്പൊ ഇതില് 0 അല്ലേ? 0 ആണ്. സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ എനർജി ഇതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? വീനാണ്, അല്ലെ? സെക്കൻഡ് കഴിയുമ്പോ എത്രോട്ടം കൂടും? AT, അല്ലെ? 0ന്റെ കൂടെ AT കൂടും. V സമം AT ആണ്, അല്ലേ? കാരണം 1 സെക്കൻഡ് കഴിയുമ്പോ 2 സെക്കൻഡ് കഴിയുമ്പോ 2, സെക്കൻഡ് കഴിയുമ്പോ T ആവും, അതായത് AT ആവും, അല്ലേ? അപ്പോ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ V² എത്രയാവും ചോദിക്കുകയാണെങ്കിൽ എത്രയാവും? V² എന്ന് വെച്ചാൽ V 2 പ്രാവശ്യം ഗുണിച്ചത് ഈക്വൽ ടു 80 അല്ലേ? അത് V² സമം അല്ലെങ്കിൽ A² T² അറിയില്ലേ? ഇങ്ങനെ കണക്കാക്കാം. 80 × 80. അപ്പോ A × A² T², അല്ലേ? V² ഈക്വൽ ടു A² T², അല്ലേ? ഓക്കെ. അപ്പോ T സെക്കൻഡ് കഴിയുമ്പോ ആഫ്റ്റർ T സെക്കൻഡ്സ് ഇതിന്റെ വെലോസിറ്റി എത്രയോ? V² എത്രയോ? ഇതാവും, മനസ്സിലായി? അതായത് വെലോസിറ്റി ആകുമ്പോ 0 + 80 അപ്പൊ 80, അല്ലേ? അപ്പൊ അതായത് ഇതിന്റെ വെലോസിറ്റി 80 ആവും. അപ്പൊ വെലോസിറ്റിയുടെ വർഗം എത്രയായിരിക്കും? A² T² ആവും. ഇതിൽ സംശയമില്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് നമ്മള് T സെക്കൻഡ്² ചെല്ലുമ്പോ ഇതിന്റെ വെലോസിറ്റി 80 ആവില്ലേ? 80 ആവും, അല്ലെ? വെലോസിറ്റി കിട്ടി. നമുക്ക് സഞ്ചരിച്ച ദൂരം ഇതിന്റെ അപ്പുറത്തെ എനർജി കണ്ടുപിടിച്ചിരിക്കുക. ഇത് ഞാനിവിടെ ഇരിക്കുന്ന സാധനത്തെ 0 വെലോസിറ്റിയുള്ള സാധനത്തെ ഇങ്ങനെ ഫോഴ്സ് ചെലുത്തി ഇതിന്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടി അത് T സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി 80 ആയി. അതായത് വെലോസിറ്റിയുടെ സ്ക്വയർ A² T² ആയി. അപ്പോൾ വെലോസിറ്റിയുടെ സ്ക്വയർ T സെക്കൻഡ് കഴിയുമ്പോഴത്തെ വെലോസിറ്റിയുടെ സ്ക്വയർ നമുക്കറിയാം. T സെക്കൻഡ് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്ന ഫോർമുലയുണ്ട്, ഇല്ലേ? T സെക്കൻഡ് കഴിയുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. S സമം ut + ½ AT², അല്ലേ? ½ AT². അപ്പോ S എന്നുള്ളത് എത്രയാ? S എന്നുള്ളത് U എത്രയാ? 0 അല്ലായിരുന്നേ? അപ്പൊ ഇത് 0 × T 0 അല്ലേ?
അപ്പൊ ബാക്കി ഹാഫ് എ ടി സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പൊ എസ് എന്നുള്ളത് എന്തിനു തുല്യമായിരിക്കും? ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നമുക്ക് സഞ്ചരിച്ച ദൂരം കിട്ടി. ഇനി ഫോഴ്സും കൂടി കിട്ടിയാൽ നമുക്ക് എനർജി കണ്ടുപിടിക്കാം ഇല്ലേ? ഇതിന് എത്ര ആക്സലറേഷൻ ഉണ്ടായത്? എ വെച്ചിട്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. ഇതിന്റെ മാസ്, ഈ വസ്തുവിന് ഈ JCBയുടെ മാസ് എം ആണ് വിചാരിക്കുക. ലെറ്റ് ഇതിന്റെ മാസ് സമം എം. അപ്പൊ ഇതുമ്പോ ഞാൻ പ്രയോഗിച്ച ബലം എത്രയാന്ന് അറിയുന്നു നമുക്ക്? നമ്മൾ പഠിച്ചു മാസും ആക്സിലറേഷൻ അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാന്ന്? ഫോഴ്സ് കണ്ടുപിടിക്കാം. മാസും ഫോഴ്സും ആക്സിലറേഷൻ കുടിച്ചാൽ മതി. അപ്പൊ ഇതിന് എം മാസ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ എ ആണെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ഫോഴ്സ്? എം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു എത്രയായിരിക്കും? ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്രയും ന്യൂട്ടൺ അല്ലേ? അത്രയും ന്യൂട്ടനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. മാസും ആക്സിലറേഷൻ പറഞ്ഞാൽ ന്യൂട്ടണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കിട്ടിയില്ലേ? അപ്പൊ എം എ ന്യൂട്ടൺ ഫോഴ്സ് ആണ്. മാസ് ഒരു കിലോയിലും പറയാം. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡിൽ കുറയാണെങ്കിൽ ഇത്ര ന്യൂട്ടണിലാണ് എനിക്ക് വരിക അല്ലേ? അപ്പോ ന്യൂട്ടൺ ആണ് എം എ ന്യൂട്ടൺ ആണ് എന്ത്? ഫോഴ്സ്. സഞ്ചരിച്ച ദൂരം അപ്പൊ അറിയാം. ഇതിലുണ്ടാകുന്ന എനർജി കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് അറിയണം, സഞ്ചരിച്ച ഇത് നമ്മൾ ഞാൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ ആ ആക്സിസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിന് ടി സെക്കൻഡ് കഴിയുമ്പോ എത്ര ഉണ്ടായിരിക്കും? ഹാഫ് എ ടി സ്ക്വയർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? യു ടി 0 ആയതുകൊണ്ട് ഹാഫ് എ ടി സ്ക്വയർ ദൂരാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. അപ്പൊ എസ് കിട്ടിയില്ലേ? അപ്പൊ സഞ്ചരിച്ച ദൂരത്തിലായിരിക്കും ഈ സാധനം. ഞാൻ എഫ് ഫോഴ്സ് ചെലുത്തി എ ആക്സിലറേഷനിൽ ഇതിനെ കൊണ്ടുപോയപ്പോ അതിന്റെ വെലോസിറ്റി ഒക്കെ മാറി. അതിന് എത്ര ദൂരം സഞ്ചരിച്ചത്? ഹാഫ് എ ടി സ്ക്വയർ ദൂരം എത്തി. സഞ്ചരിച്ച ദൂരം കിട്ടി. ഇതിലത്തെ വിലകൾ ഇട്ടാൽ കിട്ടുന്നത് എന്തായിരിക്കും? സഞ്ചരിച്ച ദൂരം കിട്ടി. അപ്പൊ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അര ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈമിന്റെ സ്ക്വയറും കൂടി ഗുണിച്ചാൽ നമുക്ക് സഞ്ചരിച്ച ദൂരം കിട്ടി. അപ്പൊ ഇത് ഞാൻ എഫ് ഫോഴ്സ് ചെലുത്തി എ ആക്സിലറേഷൻ ഉണ്ടാക്കി ഇത് മൂവ് ചെയ്യുമ്പോൾ ടി സെക്കൻഡ് കഴിയുമ്പോൾ സഞ്ചരിച്ച ദൂരം ഹാഫ് എ ടി സ്ക്വയർ ആണ്. അതുമുള്ള ബലം എത്രയാണ്? ഇതിന്റെ മാസ് എം മാസും ഉണ്ട്. ഇതിന് ആക്സിലറേഷൻ എ ആയതുകൊണ്ട് എം എ ഫോഴ്സും ഉണ്ടായി. നമുക്ക് ഇതിന്റെ ഫോഴ്സ് അറിയാം, ഇതിന് സഞ്ചരിച്ച ദൂരം അറിയാം. അപ്പൊ എനർജി അറിഞ്ഞൂടെ? എനർജി കാണാൻ എന്ത് ചെയ്യാൻ മതി? ഫോഴ്സും എന്തും കൂടി ഗുണിച്ചാൽ മതി. ഫോഴ്സ് ഇൻറ്റു എസ് ഗുണിച്ചാൽ മതി. സഞ്ചരിച്ച ദൂരം ഇതല്ലേ? ഫോഴ്സ് എത്രയാ? എം എ അല്ലേ? അപ്പൊ നമുക്ക് ഫോഴ്സും ഇതും ഗുണിച്ചാൽ പോരെ? അപ്പൊ എനർജി, ഇതിന്റെ എനർജി എത്രയായിരിക്കും? ഇത് സഞ്ചരിക്കുന്ന വസ്തുവിന് എനർജി കിട്ടി. ഞാൻ ഫോഴ്സ് ചെലുത്തിയപ്പോൾ അത് ചലിച്ചുകൊണ്ട് അതിനെന്തുണ്ടായി? ഞാൻ എന്റെ ഫോഴ്സ് ഇതിന് എനർജി ആയി കിട്ടി. ആ എനർജി എത്രയാണ്? അതിന്റെ ഫോഴ്സും അതുമുള്ള ഫോഴ്സും അതിന്റെ സിസ്റ്റൻസ് കുടിച്ചാൽ മതി. എഫ് ഇൻറ്റു എസ് അല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? എം എ അല്ലേ? ഇൻറ്റു ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഇതൊന്നും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എം ഇൻറ്റു എം, എ ഹാഫ് ആദ്യം എഴുതുക. അപ്പൊ എം ഹാഫ് ആദ്യം എഴുതുക. പിന്നെ എം ഉണ്ട്, എം വേറെ ഇല്ല. പിന്നെ എ ഒരു അതിന്റെ എ സ്ക്വയർ അല്ലേ? പിന്നെ ടി സ്ക്വയർ. അപ്പൊ എന്താണ് ഈ എനർജിയുടെ ഫോർമുല? മാസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു മാസിന്റെ ആക്സിലറേഷന്റെ സ്ക്വയർ ടൈമിന്റെ സ്ക്വയർ. അപ്പൊ ഈ വസ്തുവിന് ടി സെക്കൻഡ് കഴിയുമ്പോ എത്ര എനർജി ആയിരിക്കും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ, അതിന്റെ ആക്സിലറേഷന്റെ സ്ക്വയർ പ്ലസ് ടൈമിന്റെ സ്ക്വയർ ഗുണിച്ച് എന്ത് കിട്ടും? എനർജി. എത്ര എനർജി ഉണ്ട്, ഞാൻ എത്ര എനർജിയാണ് അപ്ലൈ ചെയ്ത് എന്റെ ഇത് എത്ര എനർജി കിട്ടിയെന്ന് അറിയാൻ പറ്റും ഇല്ലേ? എം എന്നുള്ളത് ഫോഴ്സ് ആയില്ലേ? ഇത് സഞ്ചരിച്ച എസ് ആയില്ലേ? ഇത് കണ്ടിട്ട് എസ് കിട്ടില്ലേ? എം എയും എസ് യും ഗുണിച്ച് കഴിഞ്ഞാൽ എനർജി അല്ലേ?
അപ്പൊ ഈ ഉത്തരം എന്തിന് തുല്യമായിരിക്കും? ഉണ്ടായ എനർജിക്ക് തുല്യമാണ്. നമ്മൾ വേറെ കണ്ടുവച്ചിട്ടുണ്ട്, ഈ എ സ്ക്വയറും ടി സ്ക്വയറും ഗുണിച്ചാൽ ഏതിന് തുല്യമായിരിക്കും? വി സ്ക്വയർ തുല്യാണ് അല്ലേ? എ സ്ക്വയറും ടി സ്ക്വയറും ഗുണിക്കുന്നത് ഏതിന് തുല്യമാണ്? അതിന്റെ വെലോസിറ്റിയുടെ സ്ക്വയറിന് തുല്യമാണ്. അല്ല അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഈ ടി സ്ക്വയർ, എ സ്ക്വയർ ടി സ്ക്വയർ വി സ്ക്വയർ അല്ലേ? ഹാഫ് എം ഇ സ്ക്വയർ. അതായത് അര ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. ഒരു വസ്തുവിന്റെ മാസും അതിന്റെ വെലോസിറ്റിയുടെ സ്ക്വയറും കൂടി ഗുണിച്ചാൽ എനർജി, ഇതിന് എത്ര എനർജി ഉണ്ടെന്ന് കിട്ടും, അതിന് എത്ര ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടെന്ന് കിട്ടും. അപ്പൊ എനർജി, അപ്പൊ ഒരു വണ്ടിയുടെ ഒരു വണ്ടി എത്ര വേഗത്തിലാണ് ഓടുന്നതെന്നും അതിന് എത്ര മാസ് ഉണ്ട് എന്നും പറഞ്ഞാൽ നമുക്ക് എത്ര എനർജിയിൽ ഫോഴ്സ് ഉണ്ടെന്ന് ചെലുത്താൻ കഴിയും അല്ലേ? അതുകൊണ്ടാണ് കാറിനൊക്കെ എത്രക്ക് 10,000 2,000 കിലോക്ക് ഭാരമുണ്ടെങ്കിൽ ആ കിലോ ഭാരമുള്ള സാധനം ഇടിക്കുമ്പോ എത്ര ഫോഴ്സ് കണക്കാക്കി വിടുന്നെങ്കിൽ അതാണ് അതിന്റെ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. ആ വെലോസിറ്റി കൊണ്ടുവരാൻ ഫോഴ്സ് ചെലുത്താൻ അതൊക്കെ ഇടിച്ചാൽ നമ്മൾ പപ്പടായി പോണത്. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ ആണ് എനർജിയുടെ ഫോർമുല. ചലിക്കുന്ന ഒരു വസ്തുവിന്, ഈ വെലോസിറ്റിയിലെ വസ്തുവിന് എം മാസ് ഉണ്ടെങ്കിൽ അതിന്റെ എത്ര കൈനറ്റിക് എനർജി എന്ന് പറയും. ഈ ചലിക്കുന്ന വസ്തുവിന്റെ എനർജിനെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. ഗതികോർജം എന്ന് പറയും മലയാളത്തില്. ചലവേഗ അല്ലേ? ചലിക്കുന്ന വസ്തുവിന്റെ എനർജിനെ കൈനറ്റിക് എനർജി. അപ്പൊ എങ്ങനെയാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ കൈനറ്റിക് എനർജി, അപ്പൊ ഇതിന് എനർജി, അതുകൊണ്ടാണ് JCB ഒക്കെ ഭയങ്കര കൈനറ്റിക് എനർജി, മാസ് ഭയങ്കരമാണ് അതിന്. അതുകൊണ്ട് ഭയങ്കര എനർജി പ്രയോഗിക്കാൻ അതിന് കഴിയും. പിന്നെ അതിന് ഹൈഡ്രോളിക് എന്നൊരു സാധനം പഠിച്ചെടുക്കുക, എങ്ങനെയാണ് അതിന്റെ ഫോഴ്സിലെ കഴിവ് എങ്ങനെയാണ് ഇത്ര ആർജിക്കുന്നതും കിട്ടും. എന്തായാലും കൈനറ്റിക് എനർജിയുടെ ഫോർമുല KE എന്ന് പറയും. കൈനറ്റിക് എനർജി എന്ന് പറയും, ചലനോർജം അല്ലെങ്കിൽ ഗതികോർജം എന്നൊക്കെ പറയും. അതിന്റെ ഇതിന് ഹാഫ് എം വി സ്ക്വയർ. അര കൊണ്ട് മാസിനെയും വി സ്ക്വയറിനെയും തമ്മിൽ അര ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. അതായത് വെലോസിറ്റി സ്ക്വയറിനെ മാസ് കൊണ്ട് ഗുണിച്ച് അതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടുന്ന അർത്ഥം? കൈനറ്റിക് എനർജി കിട്ടുന്ന അർത്ഥം. കൈനറ്റിക് എനർജി എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അത്തരം വസ്തുവിന് മറ്റൊരു വസ്തുവിനെ ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് എന്നും നാം മനസ്സിലായി. നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. അത് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.